ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചോറും കൂട്ടാനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് സാമ്പാറല്ലാതെ നല്ല അടിപൊളി ഒരു കറിയൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാരറ്റ് കൊണ്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് കൊണ്ടല്ല, ക്യാരറ്റ് സേമിയ കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ റാഗി സേമിയ വെച്ചിട്ട് പുട്ടുണ്ടാക്കലുണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് സേമിയ ഉണ്ട് കേട്ടോ. നമ്മൾ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഒരു ബോട്ടിൽക്ക് ആക്കിയിട്ടുണ്ട്. ഒരു പാക്കറ്റാണ് കേട്ടോ. അത് 500-ൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിന് 80 രൂപയാണ് ഒരു പാക്കിന് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. കടകളിൽ നിന്ന് ഇതിലേറെ വില കുറവിൽ കിട്ടും ക്യാരറ്റ് സേമിയയും റാഗി സേമിയയും ഒക്കെ. പക്ഷേ ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്യാരറ്റ് സേമിയൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നല്ല കളർ ഉണ്ടാവും അതിൽ. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൽ അങ്ങനെ കളറും കാര്യങ്ങളൊന്നും ചേർക്കാത്ത നല്ല മായമൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ക്യാരറ്റ് സേമിയോ ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെറുതെ നിൽക്കണ്ടല്ലോ. നമുക്കിന്ന് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും കൂട്ടാനുണ്ടാക്കുന്നത് ബീൻസ് കൊണ്ട് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇനി രാത്രിയിൽ ചിലപ്പോൾ രാത്രി ഒഴിവുണ്ടാകുന്ന സമയത്ത് അതൊക്കെ ചെയ്യലുണ്ട്. എന്നിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമുക്ക് ആവശ്യത്തിനുള്ള ബീൻസൊക്കെ ഇതാ അവിടെ കൗണ്ടർ ടോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു 2 തലയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ആദ്യം. പിന്നെ ചോറ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം ചോറ് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ പിന്നെ പായസമാവും കേട്ടോ. നമ്മൾ റേഷൻ കടയിലത്തെ അരിയാണ്. അപ്പോൾ അതൊക്കെ വേവിന് ഊറ്റിയാലുള്ളൂ ചോറ് നന്നായി കിട്ടുക. ഇനിയിപ്പോൾ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടെങ്കിലും ചോറ് കേടാവാതെ വെക്കണമെങ്കിൽ പാകത്തെ വേവാവണം. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. അതിന് അത് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് കറിക്കും അതേപോലെ തന്നെ ഉപ്പേരിക്കൊക്കെ തേങ്ങ വേണം. അപ്പോൾ മഞ്ജുമോള് കിച്ചണിൽ വന്നാൽ എന്തെങ്കിലും ചെയ്ത് തരണോ ചോദിക്കും. അപ്പോൾ ഞാനധികം തേങ്ങ ചിരകിക്കലാണ് കേട്ടോ അവളെ കൊണ്ട്. അപ്പോൾ തേങ്ങ ചിരകി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അകമൊക്കെ അടിച്ചു വാരി തരും കേട്ടോ. സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേന് ബെഡൊക്കെ വിരിച്ചിടലും അടിച്ചു വാരലൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ബീൻസ് കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു ഓട്ടപാത്രത്തേക്ക് നമ്മളെ ക്യാരറ്റ് സേമിയയും വെള്ളത്തിലിട്ട് വെച്ചില്ലല്ലോ, അതേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് ചോർന്നിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഇനി വേഗം നമുക്ക് പുട്ടുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ പുട്ടിൻ്റെ തൂക്കിൽ വെള്ളം ഗ്യാസ്മ വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് പുട്ട് കുറ്റിക്ക് തേങ്ങയും അതേപോലെ തന്നെ നമ്മളെ ക്യാരറ്റ് സേമിയൊക്കെ ഇട്ട് കൊടുക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ പരിപാടി. എല്ലാവർക്കും അങ്ങനെ തന്നെ ഇക്കാരം. ഇനിയിപ്പോൾ ക്യാരറ്റ് സേമിയ മാത്രമല്ല, സാധാ പുട്ടാണെങ്കിലും എളുപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിയൂലേ. അപ്പോൾ ഇപ്പം നമുക്ക് പഴം ഉണ്ടല്ലോ, പഴം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് പഴുത്തത്. അപ്പം പുട്ടും പഴമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കറി ഉണ്ടാക്കണ്ട. ഈ ഒരു ക്യാരറ്റ് സേമിയ കൊണ്ട് നമുക്ക് പുട്ട് മാത്രമല്ല കേട്ടോ, ഉപ്പുമാവ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ പായസം ഉണ്ടാക്കുക, അതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി അതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോഴാണെങ്കിൽ അതിലേറെ സന്തോഷമാണ്. കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഓരോ കൂട്ടുകാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്. അപ്പോൾ ആ ഒരു കമൻസ് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ. എത്ര ടൈമില്ലെങ്കിലും വീഡിയോ ഇടാൻ നോക്കും. അപ്പോൾ പുട്ടൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബീൻസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വാഴൻ്റെ ഇലയിലാണ് കേട്ടോ പുട്ട് കുത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങയൊക്കെ നല്ലോണം ചിരകിയിട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ കറിൻ്റെയും പഴത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നെ നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ബീൻസൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനുണ്ട്. പച്ചമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണുന്നില്ല. പച്ചമുളക് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്, വെള്ളം ഒഴിക്കാതെ.
അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ കറിക്ക് ഇതാ കുറച്ച് ദിവസം മുന്നേ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങി ഇതേപോലെ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പച്ചക്കറിയും കൂടെ ഉണ്ട്. ഒരു സാമ്പാർ വെച്ചിനും അതിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ഇതേപോലെ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ വേറെ എവിടെയെങ്കിലൊക്കെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ മേലെ ഭാഗത്ത് കൂടെയൊക്കെ നനവ് തട്ടിയിട്ട് അവിടെയൊക്കെ ചീഞ്ഞ് കേടുവരും വേഗം. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസം വയ്ക്കണമല്ലോ, എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഈ ഒരു ഇനിയിപ്പോൾ കുറേ ദിവസം ചിലപ്പോൾ ഇത് നിൽക്കലുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പരിപ്പൊന്നും ഇടാതെ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലൊരു കുമ്പളങ്ങൻ്റെ കഷ്ണമുണ്ട്, അതേപോലെ മത്തത്തിൻ്റെ കഷ്ണമുണ്ട്, പിന്നെ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ചേമ്പ് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കേട്ടോ. അതൊക്കെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയിട്ട് നുറുക്കിയെടുക്കണം. അപ്പോൾ തന്നെ ഇതാ നമ്മളെ ബീൻസ് വെന്തിട്ടുണ്ടതിന്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയൊക്കെ വെന്തു കേട്ടോ. അങ്ങനെ അത് ഫ്ലെയിമൊക്കെ ഓഫാക്കി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സാമ്പാറിന് നമ്മളിതിലേറെ കുറച്ചും കൂടിയൊക്കെ വലുപ്പത്തിലല്ലേ കട്ട് ചെയ്യുക. ഈ ഒരു കറിക്ക് അങ്ങനെ ഇന്ന പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കയ്യിലുള്ള എന്ത് പച്ചക്കറികളും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തത് ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ അതിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് നമ്മൾ മുളക് പൊടി ചേർക്കൂല കേട്ടോ. അതിന് പകരമായിട്ടാണ് പച്ചമുളക് ചേർക്കുന്നത്. എരിവിന് 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്താൽ പിന്നെ ആ ഒരു പ്രഷറിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ ക്യാരറ്റ് പുട്ട് ഇതാ ഒരു കഷ്ണം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്കൊരു 2-3 പഴം കൂടെ ഇരിഞ്ഞെടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെ നമ്മളിതേപോലെ വാഴക്കൃഷിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വാഴക്കൊലമെന്ന് ഇങ്ങനെ ഇരിഞ്ഞ് കഴിക്കുകയൊക്കെ ചെയ്യുക. കിച്ചണിൽ ഇങ്ങനെ ഒരു കൊലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കെട്ടി തൂക്കുമ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടീകാരം. അവർക്ക് ആവശ്യത്തിനുള്ളതായിമെന്ന് അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ. നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ വാഴ കൊലച്ച് ഇതേപോലെ വാഴക്കൊല. നേന്ത്രപ്പഴത്തിൻ്റെ ഇല്ല, ഇതേപോലെ മൈസൂർ പഴത്തിൻ്റെ ഉള്ളൂ കേട്ടോ. ചെറുപഴത്തിന് ഇവിടെ മൈസൂർ പഴം എന്നാണ് പറയൽ. അപ്പോൾ പുട്ടും അതേപോലെ 2-3 പഴമൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ എടുത്താണ്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പഴത്തിൻ്റെ കൂടെ ഈ ഒരു പുട്ട് നല്ല രസമുണ്ടായിന് കേട്ടോ കഴിക്കാൻ. വീട്ടിലുണ്ടായ പഴമായതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകം കൊടുത്തിട്ടുണ്ട്. നുള്ളു മതി കേട്ടോ നല്ല ജീരകം. അധികമായാൽ നല്ല ജീരകത്തിൻ്റെ ആ ടേസ്റ്റ് നല്ലോണം മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത്ര വേണ്ട കേട്ടോ, കുറച്ച് മതി. ജീരകം ഏറിയാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കുത്ത് വരും കറിക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനത് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ കറിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ആ ഒരു ഉണ്ടമുളക് ഉണ്ടല്ലോ അതാണ് എടുത്തിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവ് ഉണ്ട്. അത് 2 ചേർത്തും ചെയ്തിനും കറിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാഞ്ഞത്. അതൊക്കെ നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ച് ഞാൻ ഓഫ് ചെയ്തിന്. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച ആ ഒരു അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക. അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് നമ്മൾ പുളിയൊന്നും ചേർക്കൂല കേട്ടോ. ഇതിന് നമ്മൾ തക്കാളി ചേർത്തിക്കണമല്ലോ, ആ ഒരു തക്കാളിൻ്റെ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പുളിയൊന്നും ചേർക്കൂല. അങ്ങനെ അതാ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് കറി ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെ ഉണക്കമുളകൊക്കെ ഇട്ടുകൊണ്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മൾ പുളിയൊന്നും ചേർക്കാത്തത് കൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ്.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇവിടെ വീഡിയോയിൽ തന്നെ കാണിക്കലുണ്ടോ എന്നറിയില്ല, റെസിപ്പി ആയിട്ട് കാണിച്ചിട്ടുണ്ടോ അല്ലെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനുണ്ട്, ഇനി ഫ്രിഡ്ജിൽ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് പൊരിച്ചെടുത്താൽ നമ്മളന്നത്തെ ചോറും കൂട്ടാനൊക്കെ റെഡിയാവും. അപ്പോൾ മാന്തൾ മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ തന്നെ കഴുകി ഉപ്പ് മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിന്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് നേരം ആക്കണം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ പുതിയ ദോശപ്പാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പുതിയൊരു പാത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എടുക്കുള്ളൂ കേട്ടോ. കുറേ ദിവസം പിന്നെ അതിൽ തന്നെ അങ്ങനെ കുക്ക് ചെയ്യും. അതിനി എനിക്ക് മാത്രമാണോ അതോ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ്. ഇനി കുറേ ദിവസം ഇതിൽ തന്നെ കാര്യം കുക്കിങ് അധികം. ഈ മാന്തൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ഇതിക്ക് അങ്ങനെ പിന്നെ മസാല അധികമൊന്നും ചേർത്ത് കൊടുക്കലില്ല. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും അങ്ങനെ ചേർക്കലില്ല കേട്ടോ. ഞാൻ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കൽ. കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് ഇനി. അപ്പോൾ മീനൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ വേറെ എന്തോ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. നടുഭാഗത്തുള്ള മീനൊക്കെ തൊലിയൊക്കെ ഉരിഞ്ഞു പോരുന്നുണ്ട്. ചട്ടി സൂപ്പറാണ് കേട്ടോ. മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിലും അതേപോലെ നമ്മളെ ദോശ ചൂടാനാണെങ്കിലും ചപ്പാത്തി ചൂടാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. തിരിച്ചിടാൻ വൈകിയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ നടുഭാഗം അങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. അല്ലാതെ ചട്ടിയിൽ നിന്ന് മീൻ എടുക്കാൻ കിട്ടായികയോ അല്ലെങ്കിൽ തിരിച്ചിടുമ്പോൾ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളെ മാന്തൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ മാന്തൾ നാട്ട് ഈ ഒരു മീനിന് പറയൽ. നിങ്ങളെ നാട്ടിൽ എന്താ പറയലെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. നിങ്ങളെ സ്ഥലം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചോറും കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ നമ്മളെ ചാനലിൽ ഉണ്ടാവുക. വെറൈറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള റെസിപ്പീസ് ഇനി ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇങ്ങനത്തെ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളെ ചാനലിൽ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്